slant towards left. Yes, more slant, more slant. അവരെടുത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടി പറയാം. എന്നിട്ട് നിങ്ങൾ ചോക്ക് എടുത്തിട്ട് വരച്ച് കാണിക്കാം. കൈ ഇങ്ങനെ വെക്കാൻ വേണ്ടി പറയാം. ചെറിയ കുട്ടികളെ നിങ്ങൾക്ക് എഴുതാൻ പഠിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കുട്ടികൾക്ക് ആദ്യം തന്നെ ലൈൻസിനെ കുറിച്ചൊരു പ്രോപ്പർ നോളജ് കൊടുക്കണം. പക്ഷേ ഈ ചെറിയ കുട്ടികൾക്ക് ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കും? അതായത് സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലാൻഡിംഗ് ലൈൻ, കേർവ്സ്, അതുപോലെ റൈറ്റ് വേർഡ് കേർവ്, ലെഫ്റ്റ് വേർഡ് കേർവ്, റൈറ്റ് വേർഡ് സ്ലാൻഡിംഗ്, ലെഫ്റ്റ് വേർഡ് സ്ലാൻഡിംഗ്. അയ്യോ, എന്തൊരു ബുദ്ധിമുട്ടാണ് ഇതൊക്കെ. ഇത്തിരി പോകുന്ന കുഞ്ഞുങ്ങളുടെ തലയിൽ എങ്ങനെ നമ്മൾ കയറ്റി കൊടുക്കും? ഒരൊറ്റ വഴിയേ ഉള്ളൂ. നിങ്ങൾ ടീച്ചർമാര് കുട്ടികളുടെ ഭാഷയിൽ തന്നെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോഴാണ് അവരിത് ശരിക്കും ആസ്വദിച്ച് പഠിക്കുക. അപ്പൊ അത് എങ്ങനെയെന്നല്ലേ പറഞ്ഞുതരാം. വീഡിയോ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ലൈൻസ്. ചെറിയ കുട്ടികളെ ഇത് എങ്ങനെ പഠിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വളരെ രസകരമായ ഒരു ആക്ടിവിറ്റിയാണ്. ലൈൻസ് പഠിപ്പിച്ചെടുക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് രീതി എന്ന് പറയുന്നത് കുട്ടികളെ അവരുടെ ബോഡിയുമായി ബന്ധപ്പെടുത്തി, അതായത് കുട്ടികളെ തന്നെ ബന്ധപ്പെടുത്തി പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ലൈൻസ് പഠിപ്പിക്കാനുള്ള ഡെമോ ക്ലാസ് ആണ് നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹമെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇന്റർവ്യൂ ചെയ്യുന്നവർക്ക് വേണ്ടത് ആക്ടിവിറ്റി മെത്തേഡ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഒരു ആക്ടിവിറ്റി മെത്തേഡിലൂടെയാണ് ഈ ലൈൻസിനെ കുറിച്ച് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ കുട്ടികളോട് പറയാം, ചിൽഡ്രൻ, all of you stand up. Yes, all of you stand up. All of you stand straight. Yes, stand straight. അപ്പൊ ഈ സ്റ്റാൻഡ് സ്ട്രെയിറ്റ് എന്നുള്ളത് നിങ്ങൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. വേറെ ഒന്നും നിങ്ങൾ അവരോട് പറയണ്ട. All of you stand straight. അപ്പൊ കുട്ടികൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യും. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതുപോലെ കുട്ടികൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. Now all of you sleep down. Sleep down. Yes, children, all of you sleep down. പിന്നെ നിങ്ങൾ ചെറിയ കുട്ടികളുടെ ടീച്ചറാണ്. അപ്പൊ അവരുടെ കൂടെ ഇരിക്കാനോ കിടക്കാനോ ഒന്നും നിങ്ങൾ നാണം വിചാരിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരു കുട്ടിയെ വിളിച്ച് സ്ലീപ്പ് ഡൗൺ എന്ന് പറഞ്ഞു കൊടുക്കുക എന്താന്ന് വെച്ചാൽ. അപ്പൊ അത് കണ്ടിട്ട് ബാക്കി എല്ലാ കുട്ടികളും തറയിൽ കിടക്കും. ഇനിയിപ്പോ അഥവാ എല്ലാ കുട്ടികൾക്കും അങ്ങനെ കിടക്കാനുള്ള ഒരു സൗകര്യം ഇല്ലെങ്കിൽ കൂടി 2-3 കുട്ടികളെ വിളിച്ചിട്ട് നിങ്ങൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങൾ സ്ലീപ്പ്, സ്ലീപ്പ് എന്ന വേർഡ് കുറെ പ്രാവശ്യം പറയാം. നേരത്തെ നമ്മള് സ്റ്റാൻഡ് സ്ട്രെയിറ്റ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചു. അപ്പൊ സ്റ്റാൻഡ്, സ്റ്റാൻഡ്, സ്റ്റാൻഡ്. ഇവിടെ സ്ലീപ്പ്, സ്ലീപ്പ്, സ്ലീപ്പ് ഡൗൺ. All of you sleep down. Next, children, all of you turn towards left. കുട്ടികളോട് നിങ്ങൾ children, all of you turn towards left എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു കാണിക്കുക. ഈ സൈഡിലേക്ക്, അതായത് കുട്ടികളുടെയും നിങ്ങളുടെയും ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നിടത്തേക്ക് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ ലെഫ്റ്റ് സൈഡിലേക്ക് നിങ്ങൾ ചെരിഞ്ഞു കാണിച്ചു കൊടുക്കുക. പിന്നെ അടുത്ത വേർഡ് നിങ്ങൾ എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ children, all of you slant towards left. Slant towards left. Yes, more slant, more slant. അപ്പൊ ഇവിടെ സ്ലാൻഡ് എന്നുള്ള വേർഡ് നിങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ കുട്ടികൾക്ക് മനസ്സിലാവും സ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ചെരിഞ്ഞു നിൽക്കുക അല്ലെ, കുറച്ച് ചെരിഞ്ഞു നിൽക്കുക, ലെഫ്റ്റിലേക്ക് ചെരിഞ്ഞു നിൽക്കുക. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുന്ന കാണുമ്പോൾ കുട്ടികളും ചെരിഞ്ഞു നിൽക്കും. അവർക്ക് സ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പൊ സ്റ്റാൻഡ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു, സ്ലീപ്പ് പഠിപ്പിച്ചു കൊടുത്തു, ഇനിയിപ്പോ സ്ലാൻഡ് എന്നുള്ളത് പറഞ്ഞു കൊടുത്തു. അടുത്തതായിട്ട് ചിൽഡ്രൻ, സ്ലാൻഡ് ടുവേഴ്സ് റൈറ്റ്. സ്ലാൻഡ് ടുവേഴ്സ് റൈറ്റ്. അപ്പൊ നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞു കാണിച്ചു കൊടുക്കുക. കുട്ടികള് അത് കണ്ടിട്ട് അവരും അതുപോലെ ചെയ്യും. അപ്പൊ സ്ലാൻഡ് ടുവേഴ്സ് റൈറ്റ്, സ്ലാൻഡ് ടുവേഴ്സ് ലെഫ്റ്റ്, ഇത് രണ്ടും അവർ പഠിച്ചു കഴിഞ്ഞു. ഇനി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കേർവ്സ് ആണ്. നിങ്ങൾ നിങ്ങളുടെ കൈ ഉപയോഗിച്ച് ഇങ്ങനെ കാണിക്കുക. എന്നിട്ട് പറയാം, ചിൽഡ്രൻ, ലെഫ്റ്റ് വേർഡ് കേർവ്, ലെഫ്റ്റ് വേർഡ് കേർവ്. പിന്നെ നിങ്ങൾ റൈറ്റ് വേർഡ് കേർവ്, റൈറ്റ് വേർഡ് കേർവ്. അങ്ങനെ നിങ്ങൾ കുട്ടികൾക്ക് അനുസരിച്ച് അത് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പോ നമ്മൾ ഈ ചെയ്ത ആക്ടിവിറ്റി ഒക്കെ 2 ദിവസം നിങ്ങൾ കുട്ടികളെ തുടർച്ചയായിട്ട് ചെയ്യിപ്പിക്കണം. അപ്പോഴാണ് അവർക്ക് സ്റ്റാൻഡ്, സ്ലീപ്പ്, സ്ലാൻഡ്, കേർവ് എന്നുള്ള വേർഡ്സ് ഒക്കെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടി കഴിയുക, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി കഴിയുക. അപ്പൊ ഡെമോ ക്ലാസ്സിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, അത് പിന്നെ ഒരു 10-20 മിനിറ്റിനുള്ളിൽ നമ്മൾ തീർക്കേണ്ട കാര്യമാണ്. എന്നാലും ഞാനൊരു ഐഡിയ പറഞ്ഞു തരുന്നു എന്ന് മാത്രം. അപ്പോ ഇവിടെ നമ്മൾ കുട്ടികളുടെ ബോഡിയും ഹാൻഡ്സും ഒക്കെയാണ് ലൈൻസ് പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ഇനി നിങ്ങൾ കുട്ടികളെ ഓരോരുത്തരെയായി ബോർഡിനടുത്തേക്ക് വിളിക്കുക. എന്നിട്ട് നിങ്ങൾ ഉണ്ടല്ലോ കുട്ടികളുടെ ആ കുഞ്ഞു കൈ ഉണ്ടല്ലോ അതാ ഇങ്ങനെ വെക്കാൻ വേണ്ടി പറയാ. ബോർഡില് അവരെടുത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടി പറയാ. എന്നിട്ട് നിങ്ങൾ ചോക്ക് എടുത്തിട്ട്
വരച്ചു കാണിക്കാം. ദിസ് ഈസ് സ്റ്റാൻഡിംഗ് ലൈൻ. All of you say loudly, standing line. How to draw standing line? All of you listen. Yes, this is standing line. അതിനുശേഷം നിങ്ങൾ കുട്ടികളുടെ, അതായത് നിങ്ങളുടെ കൈ വെക്കുക. നിങ്ങളുടെ കൈ വെച്ചിട്ട് കുട്ടീനെ കൊണ്ട് വരപ്പിക്കുക. സ്റ്റാൻഡിംഗ് ലൈൻ. All of you say standing line. ഓക്കെ, പിന്നെ അടുത്ത കുട്ടിയെ വിളിച്ചിട്ട് നിങ്ങൾ കൈ ഇങ്ങനെ വെക്കാൻ വേണ്ടി പറയാം. Yes, this is sleeping line. All of you say loudly, sleeping line. Sleeping line. എന്നിട്ട് പിന്നെ കുട്ടികളെ കൊണ്ട് നിങ്ങൾ വരപ്പിക്കാം. ആദ്യം നിങ്ങൾ വരച്ച് കാണിച്ചു കൊടുക്കും, പിന്നെ ഇവിടെ ബോർഡിനടുത്തേക്ക് വിളിച്ച കുട്ടിയോട് വരക്കാൻ വേണ്ടി പറയാം. അപ്പൊ ബാക്കി എല്ലാ കുട്ടികളും അതൊക്കെ ശ്രദ്ധിക്കും. കുട്ടികൾക്കത് ഓർമ്മിച്ചെടുക്കാൻ എളുപ്പമാവും. അതിനുശേഷം നിങ്ങൾ കൈവച്ച് സ്ലാൻഡിംഗ് ലൈൻ വരച്ചു കാണിക്കുക. സ്ലാൻഡിംഗ് ലൈൻ. Slanting line. All of you say slanting line. അതും അതുപോലെ കുട്ടികളെ കൊണ്ട് വരപ്പിക്കാം. അതിൽ ലെഫ്റ്റ് വേർഡ് സ്ലാൻഡിംഗ് ലൈനും റൈറ്റ് വേർഡ് സ്ലാൻഡിംഗ് ലൈനും രണ്ടും വരച്ച് കാണിച്ചു കൊടുക്കുക. ഇനി നമുക്ക് പഠിപ്പിക്കാനുള്ളത് കേർവ്സ് ആണ്. അത് നിങ്ങളുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ കേർവ് കണക്ക് ആ ഷേപ്പിൽ വെക്കുക. അതിനുശേഷം വരച്ച് കാണിക്കാം. റൈറ്റ് വേർഡ് കേർവ്, പിന്നെ മറ്റേ കൈ വെച്ചിട്ട് ലെഫ്റ്റ് വേർഡ് കേർവ്. ആ ഒരു രീതിയിൽ നിങ്ങൾ കുട്ടികളുടെ കൈയും നിങ്ങളുടെ കൈയും മാറി മാറി വെച്ച് അവരെ കൊണ്ടും വരപ്പിക്കുക, നിങ്ങളും വരക്കുക. എല്ലാ കുട്ടികളും ശ്രദ്ധിക്കും, എല്ലാ കുട്ടികളും ഈ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കും. അവർക്കിത് എന്നും ഓർമ്മിച്ചെടുക്കാനും പറ്റും. ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ കുട്ടികളുമായി ചെയ്ത് നോക്കിയാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇങ്ങനെ ചെയ്താൽ ലൈൻസിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ ആയ കോൺസെപ്റ്റ് കുട്ടികൾക്ക് കിട്ടും. ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ആൽഫബറ്റ്സ് എഴുതാനുള്ള ഒരു 90% അവർ ഓക്കെ ആയി എന്ന് തന്നെ പറയാം. അതുപോലെ പേരൻസ് ഈ ലൈൻസ് എങ്ങനെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾ ടീച്ചർമാർ അത് പേരൻസിന് ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോ ലൈൻസിനെ കുറിച്ച് ഒരു ഡെമോ ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ചെറിയ ക്ലാസ്സിലെ ടീച്ചർമാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ എന്തായാലും കിട്ടാതിരിക്കില്ല. പിന്നെ നിങ്ങൾ തന്നെ ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഒരു ആക്ടിവിറ്റി ഇല്ലാണ്ട് ടീച്ചർ ക്ലാസ്സിൽ ഇത് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ള ഒരു പേര് വേണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക ക്ലാസ്സിൽ. ഇത് തീർച്ചയായും കുട്ടികളൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി തന്നെ ആയിരിക്കും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.